5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ആരവമായി. ഇന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നൊരു പാർട്ടിക്കാർ വന്നിരുന്നു. അവർ ഞങ്ങളുടെ വീട്ടിൽ എത്ര പേർക്ക് വോട്ടുണ്ടെന്നൊക്കെ അന്വേഷിച്ചിട്ട് പോയി, കറക്റ്റാണോ എന്നൊക്കെ ലിസ്റ്റ് കൊണ്ടുവന്ന് നോക്കിപ്പോയി. കഴിഞ്ഞൊരു ദിവസം വേറൊരു പാർട്ടിക്കാർ വന്നിരുന്നു. പാർട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, അവരിതെല്ലാം പരിശോധിക്കുന്നത്. തിരുവനന്തപുരം കേരളത്തിലാകെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാമെന്ന് അതല്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇലക്ഷൻ്റെ പരിപാടി വരും. ഈ വർഷം ഡിസംബറിൽ, മിക്കവാറും നവംബർ ഡിസംബറിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒക്ടോബറിലെ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്, ഒക്ടോബറിലാണ് സാധാരണ ഇത് വരേണ്ടത്. പക്ഷേ നവംബർ ഡിസംബറൊക്കെ ആവും, പല കാരണങ്ങളാലാവും. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഡിസംബറിലെ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ആരാണ് സ്ഥാനാർത്ഥി, മേയർ സ്ഥാനാർത്ഥി? ഇന്നത്തെ കാൽക്കുലേഷൻ അനുസരിച്ച് പല പേരുകളും നമ്മൾ കേൾക്കുന്നു. BJP സംബന്ധിച്ചിടത്തോളം വി മുരളീധരൻ്റെ പേര് കേൾക്കുന്നുണ്ട്, ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേൾക്കുന്നുണ്ട്, ഇങ്ങനെ പല പേരുകളും കേൾക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പൂജപ്പുരയുള്ള മഹേശൻ നായരുടെ പേര് വളരെ സീരിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. മഹേശൻ നായർ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം നഗരസഭയിലെ എണ്ണമറ്റ കൗൺസിലർമാരൊരാളായിരുന്നു, ദീർഘകാലം കൗൺസിലറായിരുന്നു. പൂജപ്പുര ഈസ് ഈക്വൽ ടു മഹേശൻ നായർ, മഹേശൻ നായർ ഈസ് ഈക്വൽ ടു കോൺഗ്രസ്. ഇങ്ങനെയായിരുന്നു നഗരസഭയുടെ ഒരു സമവാക്യം. എല്ലാവരും വിചാരിച്ചിരുന്നത് കോൺഗ്രസിന് എന്തെങ്കിലും അധികാരം വന്നാൽ മഹേശൻ നായർ തന്നെയായിരിക്കും, മഹേശ്വരൻ നായർ തന്നെയായിരിക്കും മേയർ എന്നാണ്. പക്ഷേ പല കാരണങ്ങളാൽ അദ്ദേഹം BJP പോയി. അത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ അതൊന്നും ചാനൽ വഴി പറയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അതൊക്കെ വ്യക്തിപരമായി ഓരോരുടെ വ്യക്തികളെ സംബന്ധിക്കുന്നതാണ്. അദ്ദേഹം ആശയം കൊണ്ട് പോയതാണോ, ആദർശം കൊണ്ട് പോയതാണോ, അതോ മറ്റു ചില ആളുകളൊക്കെ കളിയാക്കി പറയും, ട്രോൾ ചെയ്തൊക്കെ പറയും, രാഷ്ട്രീയക്കാർ മാറുന്നത് ആമാശയം കൊണ്ടാണ്, ഇങ്ങനെ എന്താണ് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം BJPയിൽ ചേർന്നു. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചില്ല, VV രാജേഷാണ് അവിടെ മത്സരിച്ചത്. പക്ഷേ ഇപ്രാവശ്യം VV രാജേഷ് മത്സരിക്കുന്നില്ല എന്ന് കേൾക്കുന്നു. അത് ചിലപ്പോൾ VV രാജേഷ് അസംബ്ലിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്, വട്ടിയൂർക്കാവിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി VV രാജേഷ് ഉടുപ്പൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കാര്യം വട്ടിയൂർക്കാവിൽ നിന്ന് പ്രശാന്ത് ഒരുപക്ഷെ എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്, കഴക്കൂട്ടത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട്, കാരണം കടകംപള്ളി സുരേന്ദ്രൻ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മരുമോനുമായിട്ട് തെറ്റിയിട്ടുണ്ട്, പല കാരണങ്ങളാൽ മന്ത്രി മുഹമ്മദ് റിയാസുമായിട്ട് തെറ്റി, പിണറായിയുടെ ഒരു കണ്ണിലെ കരടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ 2 പ്രാവശ്യമായി. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ ചിലപ്പോൾ വരും. അദ്ദേഹം സംഘടനാ രംഗത്തേക്ക് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ സംഘടനാ രംഗത്തേക്ക് മാറിയാൽ, പാർലമെൻറ്റ് രംഗത്ത് നിന്ന് മാറിയാൽ, പ്രശാന്തിനെ ഇവിടെ നിന്ന് ചിലപ്പോൾ കഴക്കൂട്ടത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ VV രാജേഷിന്, BJPയിലെ VV രാജേഷിന് ഒന്നുകൂടി ഒരു കൈ നോക്കിയാൽ, ഒരു കൈ നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് വട്ടിയൂർക്കാവിൽ VV രാജേഷ് ഒരിക്കൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻ, പൊളിറ്റിക്കൽ അനാലിസിസ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ മഹേശ്വരൻ നായർ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ്റെ മേയറാകും. കാരണം ഇനി വനിത സ്ഥാനം കഴിഞ്ഞല്ലോ, ഇപ്പോഴത്തെ മേയറുടെ സ്ഥാനം കഴിഞ്ഞതോടുകൂടി വനിതകളുടെ സ്ഥാനം കഴിഞ്ഞ് പുരുഷനായിരിക്കും അടുത്ത് വരാൻ പോകുന്നത്. BJPയിലെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്നപ്പോൾ ആദ്യം പ്രഖ്യാപിച്ച കാര്യങ്ങളിലൊന്നാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വരും, അതുപോലെ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതുപോലെ തൃശ്ശൂർ കോർപ്പറേഷനാണ് രണ്ടാമത് പറഞ്ഞത്. ഇത് 2 കോർപ്പറേഷന് ഞങ്ങൾ പിടിച്ചിരിക്കും. പിന്നെ കൊല്ലവും കോഴിക്കോടും ഞങ്ങളുടെ ലിസ്റ്റിൽ, വെയിറ്റിംഗ് ലിസ്റ്റിൽ ഫസ്റ്റായി കിടക്കുന്ന 2 സ്ഥലമാണ്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പിടിക്കും. എനിക്ക് തോന്നുന്നു ആഞ്ഞു പിടിച്ചാൽ ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം, ഇപ്രാവശ്യമല്ല, ഇപ്പോൾ ഇരിക്കുന്ന ഭരണസമിതിയില്ല, കഴിഞ്ഞ പ്രാവശ്യം ആൾമോസ്റ്റ് BJP വരും എന്ന ഒരു ചിത്രം തന്നെ വന്നതാണ്. കോൺഗ്രസ് വല്ലാതെ തളർന്നു പോയി. പക്ഷേ ഇപ്പോൾ കോൺഗ്രസും കുറച്ച് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നാലാഞ്ചിറയിലുള്ള നിരന്തരമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ജോൺസൺ, അദ്ദേഹം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, കോൺഗ്രസ്സാണ് വരുന്നതെങ്കിൽ. പക്ഷേ എന്തായാലും BJP ആണ് വരുന്നതെങ്കിൽ മഹേശൻ നായരായിരിക്കും കോർപ്പറേഷൻ്റെ മേയറായി വരും എന്നൊരു വാർത്തയും ഇന്ന് കിട്ടിയിട്ടുണ്ട്. അത് എത്ര കണ്ട് ശരിയെന്ന് നമുക്ക്, കാരണം ഇതൊക്കെ നമ്മൾ പൊളിറ്റിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാർത്തകളാണ്. നമ്മൾ ഇതിൽ തന്നെ ശോഭാ സുരേന്ദ്രനെ തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്തുകൊണ്ടൊരു പരിപാടി BJP ആലോചിക്കുന്നതായിട്ടൊരു വിവരം കിട്ടി. അത് നമ്മൾ വാർത്ത ചെയ്തു. വി മുരളീധരനെ ആയിരിക്കുമെന്ന് അപ്പോൾ ചില സോഴ്സുകളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ കിട്ടി. അത് വി മുരളീധരനെയും കൂടി പരിഗണിക്കുന്നു, അത് നമ്മൾ വാർത്ത ചെയ്യുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വാർത്തകൾ അപ്പോൾ അതിൻ്റെ മെരിറ്റ് അനുസരിച്ച് നമ്മൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ നിർവാഹമുള്ളൂ. സോഴ്സുകൾ പറയാനും കഴിയില്ല. ഇതാരാണ്, എന്താണ് വാർത്ത തരുന്നത്, നമുക്ക് സോഴ്സ് പറയാൻ കഴിയില്ല. അതൊരു മാധ്യമപ്രവർത്തനത്തിൻ്റെ ധർമ്മമല്ല സോഴ്സ് പറയുന്നത്. കാരണം തരുന്നവർക്കും കുഴപ്പമുണ്ട്, പിന്നെ പുതിയ ആളുകൾ തരികയുമില്ല. അതുകൊണ്ട് സോഴ്സ് പറയാൻ കഴിയില്ല. ഇപ്പോൾ കിട്ടുന്ന സോഴ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മഹേശ്വരൻ നായർ പൂജപ്പുരയിൽ നിന്ന് ജയിച്ച് അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി. ഇനി VV രാജേഷിന് എന്തെങ്കിലും ഒരു സാധ്യത വീണ്ടും കോർപ്പറേഷനിലുണ്ടെങ്കിൽ മുകളിലേക്ക് മാറാൻ
മഹേശ്വരൻ നായരുടെ സാധ്യതയും കാണുന്നു. അവിടെ ഇപ്പോൾ കോർപ്പറേഷൻ ഇപ്പോഴത്തെ മേയറാണ് അവിടുത്തെ കാൻഡിഡേറ്റ്. അവിടെ സാധ്യത അപ്പോൾ അടുത്തടുത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പൂജപ്പുരയിൽ നിന്ന് അടുത്തടുത്ത മണ്ഡലത്തിൽ വി രാജേഷ് മഹേശ്വരൻ നായർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാക്കി കോർപ്പറേഷനിൽ ഒരുപക്ഷെ 2 പേരും വന്നേക്കാം, അല്ലെങ്കിൽ ഒരാൾ വന്നേക്കാം. പക്ഷേ ഒരു സാധ്യത കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കാം. വി മുരളീധരനെ ലോഞ്ച് ചെയ്ത് വി മുരളീധരനെയും കൂടി കാൻഡിഡേറ്റായിട്ട് നിർത്തി മേയറാക്കി അദ്ദേഹത്തെ അസംബ്ലിയിലേക്ക് വരുമ്പോൾ മാറ്റിയിട്ട് ഈ മഹേശ്വരൻ നായരെ പരീക്ഷിക്കാം എന്നുള്ള. അപ്പോഴും മഹേശ്വരൻ നായർ ജയിപ്പിച്ചെടുക്കും. പൂജപ്പുരയിൽ നിർത്തി ജയിപ്പിച്ചിട്ട് വി മുരളീധരനെ കോട്ടയ്ക്കകത്തോ മറ്റെവിടെയെങ്കിലും നിർത്തി ജയിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ചിന്തയും കറങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. മഹേശ്വരൻ നായരുടെ സമയം തെളിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. ജാതകവശാൽ ഏത് കാലമാണെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നല്ല കാലം ആയിരിക്കട്ടെ.